പ്രസിദ്ധമായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 380ാമത് മകരം തിരുനാളിന് ജനുവരി 10-ാം തീയതി കുടിയേറും. പ്രധാന ചടങ്ങുകൾ ഇപ്പോൾ പാലയിന്ന് 10-ാം തീയതി രാവിലെ 11 മണിക്കാണ് കൊടി കൊണ്ടുവരുന്നത്. അത് വർഷങ്ങളായി അവർ ചെയ്യുന്നു. അതൊരു ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുകയാണ്. അവർക്ക് ഏകദേശം ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ കൊടിയുമായി ബന്ധപ്പെട്ട ചിലവുണ്ട്. പിന്നെ അവരെല്ലാവരും അവരുടെ വാഹനങ്ങൾക്ക് വരുന്നു. അവർ സാധാരണ ഇവിടെ വന്നാൽ കൊടിയേറ്റം കഴിഞ്ഞ് 20-ാം തീയതി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് സാധാരണ അവർ പോകുന്നത്. അപ്പോൾ 10-ാം തീയതി വൈകുന്നേരം ബീച്ച് കുരിശടിയിൽ നിന്നാണ് പ്രോപ്പർ ബീച്ചിൽ നിന്നാണ് നമ്മൾ കൊടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് 5:30 മണിക്ക് അവിടെ നിന്ന് കൊണ്ടുവരും. പള്ളിയിൽ ഒരു 6:30 മണിയോടെ എത്തും. അതിനുശേഷം 7 മണിയോട് അടുക്കുമ്പോൾ കൊടികയറ്റം രൂപതാധ്യക്ഷൻ നിർവഹിക്കും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട തുടക്ക ദിവസമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് 18-ാം തീയതിയാണ്. 18-ാം തീയതി വെളുപ്പിന് 5 മണിക്കാണ് ഈ നമ്മൾ മുമ്പിൽ പന്തൽ ക്രമീകരിച്ചിട്ടുണ്ടാകും. പള്ളിമുറ്റം നിറയെ കാത്തു നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് സാക്ഷ്യം വഹിക്കുന്നത് പോലെയും അവരുടെ ആഗ്രഹപ്രകാരം നടതുറക്കൽ നടത്തുന്നത്. അത് 18-ാം തീയതി വെളുപ്പിന് 5 മണിക്കാണ്. പിന്നെ പ്രധാനപ്പെട്ട ദിവസം 20-ാം തീയതി 4 മണിക്കുള്ള വിശുദ്ധൻ്റെ പ്രദക്ഷിണമാണ്. നമ്മളതിനെ വിളിക്കുന്നത് വിശുദ്ധൻ്റെ എഴുന്നള്ളത്തെന്നാണ്. അത് ജനബാഹുല്യം നിമിത്തം അത് നടുക്കൂടെ ഇങ്ങനെ തേരിങ്ങനെ സഞ്ചരിച്ചു പോകുന്ന പോലെ ഒരു ലൈനൊന്നും നിർത്താൻ നമുക്ക് പറ്റില്ല. അതിനു വേണ്ടും ആളായിരിക്കും. ഏകദേശം ഒരു 2 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ പ്രദക്ഷിണയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും, നടന്നും നടക്കാതെയുമായിട്ട്. അപ്പോൾ അത് 3ാമത്തെ ഏറ്റവും സ്പെഷ്യലായ ഈവൻ്റാണ്. അതുപോലെ തന്നെയാണ് പിന്നെ 27-ാം തീയതിയും വിശുദ്ധൻ്റെ സ്വരൂപം അതേപോലെ തന്നെ ഒരു എഴുന്നള്ളത്തുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ 4 ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ജനത്തിൻ്റെ വരവും പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളും 10-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നാലും ഈ 4 ദിവസം ഏറെ പ്രത്യേക ദിവസങ്ങളാണ്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക അർത്തുങ്കലിലെ 380ാമത് മകരം തിരുനാളിന് ജനുവരി 10-ന് കൊടിയേറും. കൊടിയേറ്റ് ദിനമായ ജനുവരി 10 ശനിയാഴ്ച രാവിലെ 5:30 ദിവ്യബലി, 6:45 പ്രഭാത പ്രാർത്ഥന ദിവ്യബലി, 10 പാലായിൽ നിന്നും തിരുനാൾ പതാക അർത്തുങ്കൽ ബസിലിക്കയിൽ എത്തിക്കൽ എന്നിവ നടക്കും. 4 മണിക്ക് തിരുനാൾ വിളംബര വെടിമുഴക്കവും 5 മണിക്ക് ജപമാലയും നൊവേനയും ലിറ്റിനിയും 5:30 പതാക പ്രയാണം ബീച്ചിൽ നിന്നും ആരംഭിക്കും. വൈകിട്ട് 6:30 റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കും. 15, 16 തീയതികളിൽ സാംസ്കാരിക ദിനം, ഇടവക ദിനം, BCC സംഗമം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 18 ഞായറാഴ്ച തിരുസ്വരൂപ നടതുറക്കലും, ജനുവരി 20 ചൊവ്വാഴ്ച തിരുനാൾ ദിനവും, ജനുവരി 27 ചൊവ്വാഴ്ച കൃതജ്ഞതാ ദിനമായും ആചരിക്കുന്നു. തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്കായി 9 പിതാക്കന്മാരെ തിരുനാളിന് ക്ഷണിച്ചിട്ടുണ്ട്. ജനുവരി 10-ന് റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ, ജനുവരി 18-ന് റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ കുറിലോസ്, റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി എന്നിവരും, ജനുവരി 19-ന് റൈറ്റ് റവറൻ ഡോക്ടർ ടോണി നീലംകാവിൽ, ജനുവരി 20-ന് റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ, ജനുവരി 22-ന് റൈറ്റ് റവറൻ ഡോക്ടർ സെൽവരാജ് ദാസൻ, ജനുവരി 23-ന് മോസ്റ്റ് റൈറ്റ് റവറൻ ഡോക്ടർ വർഗീസ് ടക്കാലക്കൽ, ജനുവരി 24-ന് റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ, ജനുവരി 26-ന് റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ജനുവരി 27-ന് റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് കരിയിൽ എന്നീ അഭിവന്ദ്യ പിതാക്കന്മാരാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജനുവരി 18 ഞായറാഴ്ചയാണ് തിരുസ്വരൂപ നടതുറക്കൽ. ജനുവരി 20 ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ തിരുനാൾ മഹോത്സവ ദിനം. ജനുവരി 27 ചൊവ്വാഴ്ച കൃതജ്ഞതാ ദിനത്തോടുകൂടി ആഘോഷ പരിപാടികൾ സമാപിക്കും. തിരുനാൾ ദിനങ്ങളിൽ വാഹനങ്ങളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ പള്ളിയുടെ കിഴക്കുവശത്തുള്ള 2 ഏക്കർ സ്ഥലവും പള്ളിയുടെ വടക്കുവശത്തുള്ള 1.5 ഏക്കർ സ്ഥലവും പള്ളിയുടെ തെക്കുവശം PHCയുടെ അടുത്ത് 1.5 ഏക്കർ സ്ഥലവും വേളാങ്കണ്ണി ചാപ്പലിന്റെ അടുത്ത് 60 സെന്റ് സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ടെന്നും അർത്തുങ്കൽ പള്ളി റെക്ടറാൻ വികാരി ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, ഫാദർ ജോസഫ് അൽഫോൺസ് കൊല്ലാപറമ്പിൽ, ഫാദർ ജീൻസ് ജോസ് ചിറ്റാന്തറ, ഫാദർ ടിനു തോമസ് പടവുപുരയ്ക്കൽ SCJ, കൈക്കാരൻ തങ്കു കാക്കരിയിൽ, പബ്ലിസിറ്റി അംഗം സുരേഷ് സെബാസ്റ്റ്യൻ, ട്രസ്റ്റി ആന്റണി ജോസ്മോൻ വലിയ വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.